പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തി കാണുകയാണ് ചെയ്തത്. ഇന്ന് മറ്റൊരു പ്രതിഷേധ പരിപാടിയും അവിടെ നടക്കാനും ഇരിക്കുന്നു. ഗൂഗിൾ VS കൂടി ചേരുന്നു. ഗൂഗിൾ, പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ സുരേഷ് ഗോപി മടങ്ങുകയാണ് ഉണ്ടായത്. ഇന്നത്തെ പ്രതിഷേധ പരിപാടി അത് എങ്ങനെയൊക്കെയാണ് BJP ആസൂത്രണം ചെയ്യുന്നത്? ഇന്നലത്തെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പോലീസ് എന്തൊക്കെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്? തീർച്ചയായും വലിയൊരു പോലീസ് സന്നാഹം തന്നെ കമ്മീഷണർ ഓഫീസിന് മുന്നിലുണ്ട്. ഏകദേശം ഒരു 10:30 എന്നാണ് സമയം അറിയിച്ചിട്ടുള്ളത്. 10:30 ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ 10:30 ശേഷം അധികം വൈകാൻ തന്നെ മാർച്ച് ആരംഭിക്കും. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസത്തേക്ക് കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒരു സംഘർഷ സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ അശ്വിനി ആശുപത്രിയിലേക്ക് അല്പം മുൻപാണ് സുരേഷ് ഗോപി വന്നത്. അവിടെ വന്ന് 5 പ്രവർത്തകർക്കാണ് കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നത്. ഇവരെ സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി മടങ്ങുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങൾക്കോ ഒന്നിനും മറുപടി അദ്ദേഹം നൽകിയില്ല. പ്രവർത്തകരെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ വിവാദങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കോ ഒന്നും തന്നെ അദ്ദേഹം മറുപടി നൽകാതെയാണ് മടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് അനൂപ് ദാസ് ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ അദ്ദേഹം മറുപടി നൽകിയില്ല. ഇവിടെ വെച്ച് തൃശ്ശൂരിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ ആ വിവാദങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിക്കും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതും ഉണ്ടായില്ല. ഇപ്പോൾ ഇന്ന് ഏതായാലും പ്രതിഷേധമുണ്ട്. അത് ഏകദേശം 10:30 ശേഷമാണ് BJPയുടെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്ന വലിയൊരു പ്രതിഷേധമാണ്. സ്വാഭാവികമായും അതിൽ പോലീസ് കനത്ത സുരക്ഷ തന്നെ അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സംഘർഷ സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുമുണ്ട്. ശരി, ഗൂഗിൾ VSുമാണ് വിവരങ്ങൾ നൽകിയത്.